ഇപ്പോൾ ഒരു പാട്ട് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫിംഗർ വരും, ഇന്ന് ഫ്ലൂട്ടിൽ വായിച്ചാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് അവിടെ കഴിഞ്ഞു. പിന്നെ ഇതുവരെ നമ്മളൊന്നും ലൈഫിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ നടക്കുന്ന ഒന്നും പ്ലാൻഡ് അല്ല. മുമ്പോട്ടുള്ള ദൈവത്തിൻ്റെ കയ്യിൽ. ചില പാട്ടുകൾ നമുക്ക് ഒരിക്കലും നീതി പുലർത്താൻ പറ്റാറില്ല. രാജേഷ് വായിച്ചു കഴിയുമ്പോൾ അടുത്ത് എന്താണ് ചോദിക്കേണ്ടതെന്ന് എൻ്റെ തലക്കകത്തില്ല കേട്ടോ. താരാപഥമാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചൊരു പാട്ട്. ദാസരൻ പാടി വെച്ചത് അത് ദാസരനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് വേറെ ആരും ശ്രമിച്ചാലും ഒരിക്കലും. കിട്ടു. ഇത് ഞാൻ ശരിക്കും ഇന്റർവ്യൂവിന് ഇരിക്കുകയാണെന്നുള്ളത് ചില സമയത്ത് മറന്നു പോകുന്നുണ്ട് കേട്ടോ. ക്യാമറയൊന്നും കോൺഷ്യസ് അല്ല, ഞാൻ എൻ്റെ ഉള്ളിൽ പോവാ. നമ്മളിപ്പോൾ ഈ ഫ്ലൂട്ട് കേൾക്കുമ്പോൾ, ഇപ്പോൾ രാജേഷ് വായിച്ചതാണെങ്കിലും നമ്മുടെ ദുഃഖം വരുന്ന സമയത്തൊക്കെ നമ്മൾ ചിലതൊക്കെ കേട്ടിട്ട് നമ്മളതിൽ ലയിച്ചിരിക്കുകയോ കോൺസെൻട്രേഷൻ മാറുകയൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ ദുഃഖം തന്നെ ഇരട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ രാജേഷ് സ്വയം എങ്ങനെയാണ് ആ സമയത്ത് അത് എങ്ങനെ കേൾക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. മിക്കപ്പോഴും സംഭവിക്കുന്നത്, ചില ലൈറ്റ് നൈറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ചിലപ്പോൾ FM വയ്ക്കും. പക്ഷെ ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് സാന്ത്വനമാകുന്നത് നമ്മൾ തന്നെ വായിച്ച പാട്ടുകളായിരിക്കും. യാദൃശ്യമായിട്ട് അങ്ങനെയൊക്കെ മിക്കപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആകണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ. പിന്നെ ഈ ഓരോ മ്യൂസീഷ്യൻസിനുള്ളൊരു പ്രത്യേകത നമ്മൾ ഈ ക്രിറ്റിസൈസ് ചെയ്യുക, അതായത് നമ്മൾ വായിക്കുന്ന ബീജ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴേക്കും അത് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു, ഒന്നുകൂടി ഭംഗിയായിട്ട് വായിക്കാമായിരുന്നു എന്നൊരു തോന്നലൊക്കെ ചില സമയത്ത് വീണ്ടും കേൾക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ ആ സമയത്ത് നമ്മളെല്ലാം മറന്നിട്ട് ആ മ്യൂസിക്കിലേക്ക് മാത്രം വരും. അതിന് ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. അത് നമ്മൾ ആസ്വദിച്ച് വായിച്ചെങ്കിൽ അത് ജനങ്ങളിലേക്ക് ആസ്വാദന രീതിയിൽ എത്തുള്ളൂ. ഇപ്പോൾ ഷോ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഈ കുറേ തഴക്കം വരുമ്പോൾ ഈ നോട്ട്സും നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലായിരിക്കും വായിക്കുക, വായിച്ചു പോവല്ലേ, ഫ്ലോയിൽ വായിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മളും അത് ആസ്വദിക്കുന്നുണ്ടാവും. നമുക്ക് തന്നെ അത് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ലഹരിയായിരിക്കും അല്ലേ. ഈ ഏതെങ്കിലും സാഡായിട്ടുള്ള സാധനങ്ങൾ, ഭയങ്കരമായിട്ട് സ്പർശിച്ചിട്ടുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് വായിക്കുമോ? രാജേഷ് വായിച്ചു കഴിയുമ്പോൾ അടുത്ത് എന്താണ് ചോദിക്കേണ്ടതെന്ന് എൻ്റെ തലക്കകത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇതിനകത്ത് പെട്ടിരിക്കുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചില സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പറ്റാതെ വരുമല്ലോ. ആ പറ്റാതെ വരുമ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പ്രാക്ടീസ് ചെയ്യുമോ അതേ മൂഡ് മാറ്റിയിട്ട് മാനേജ് ചെയ്യുമോ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടാത്ത സാധനങ്ങൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ വരുത്തണം. അപ്പോൾ അതൊരു മസിൽ പിടിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഡ് അല്ലേ? സ്ട്രെസ്ഡാണ്. അതാണ് ഒരു പക്ഷേ വിജയിക്കുക അല്ലേ കിട്ടുക എന്ന് പറയുന്നത്. ഒറ്റ ഫ്ലൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഭംഗിയായിട്ട് വായിക്കുന്ന കുറേ മ്യൂസീഷ്യൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഫ്ലൂട്ടിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന ഇഷ്ടംപോലെ ടാലന്റഡ് ഫ്ലൂട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരെണ്ണം മാറിയെടുക്കും.
മാറിയെടുത്തിട്ട് ഇല്ല വേണ്ട മറ്റേ പഴയത് തന്നെ നിങ്ങളെടുത്ത് തിരിച്ചു വായിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പൊ അത് മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അപ്പോഴത്തെ കംഫർട്ട്നെസ് ആയിരിക്കും. അതെ അതെ. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, അത് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൂട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക, എടുക്കുക. അപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ആകും. അത് വേറെ ആ രീതിയിൽ വായിച്ചാൽ കിട്ടും എന്ന് പെട്ടെന്ന് തോന്നുമ്പോഴാണ് തിരിച്ച് വീണ്ടും വരുന്നത്. ഫ്ലൂട്ട് നല്ല ഒട്ടുമിക്ക ഇൻസ്ട്രുമെന്റും കുറേ മ്യൂസീഷ്യൻസ് പാട്ട് കേട്ടിട്ട് സ്ട്രൈറ്റ് നൊട്ടേഷൻ എഴുതാറുണ്ട്, ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലാതെ. ഇപ്പൊ നമ്മൾ ചില പാട്ടുകൾ കേൾക്കാൻ നേരത്ത് ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫിംഗർ വരും, ഇന്ന ഫ്ലൂട്ടിൽ വായിച്ചാൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രാക്ടീസ് അവിടെ കഴിഞ്ഞു, പിന്നെ നമ്മൾ സെപ്പറേറ്റ് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതെ അതെ. ഈ മലരെ മൗനമായി അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാത്ത പാട്ടാണ്. ഒരുപക്ഷെ എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ കാണാൻ സാധ്യതയുള്ള പാട്ടുകളിൽ ഒന്ന് ചോദിച്ചാൽ മലരെ ആയിരിക്കും. SPBയും ജാനകിയമ്മയും അസാധ്യമായിട്ട് പാടിയിട്ടുള്ളൂ. അതുകൂടെ ഒന്ന് വായിക്കൂ. അടിപൊളിയാ. ഈ പാട്ട് ചെറുപ്പത്തിലേ തന്നെ ഉപേക്ഷിച്ചോ? പിന്നീട് പാട്ട് പാടൽ തുടർന്നില്ല ഇതിലേക്ക് കയറിയതിന് ശേഷം? പ്രൊഫഷണലായിട്ട് പാടുന്നില്ലെന്ന് മാത്രം, അല്ലാതെ പാടും. തമാശകൾക്ക് ഫ്രണ്ട്സിനൊപ്പം ഒക്കെ പാടുമായിരിക്കും. വല്ലപ്പോഴൊക്കെ മനസ്സിലെപ്പോഴും പാട്ടുണ്ട്. അപ്പൊ വീട്ടിലൊക്കെ ഗായകനായിരിക്കും അല്ലേ? ഇപ്പോഴൊന്നുമില്ല. വീട്ടുകാരി ഓടിക്കോ പാട്ട് പാടി? ഓടിക്കാണ്ട് വീട്ടിൽ ചെന്നാലല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെല്ലലില്ലല്ലേ? അപ്പൊ മക്കളൊക്കെ മിസ് ചെയ്യില്ലേ? ഇപ്പം രണ്ടുപേരും എത്രയിലൊക്കെ പഠിക്കണേ? അമൃത ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ പാലാ ബ്രില്യൻസിൽ എൻട്രൻസ് കോച്ചിങ് ചെയ്യുകയാണ്. ഇളയ മോള് അമൃത വൈറ്റിലയിൽ 8ാം ക്ലാസ്സിൽ ചെയ്യുകയാണ്. 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവർക്ക് അച്ഛൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു അഭിമാനം ഉണ്ടാവും ചിലരോടൊക്കെ അവർ പറയുന്നത് നമ്മൾ തന്നെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താ തോന്നുക രാജേഷിന്? പേരൻസിന് എപ്പോഴും മക്കളെപ്പോഴും എത്രയൊക്കെ തെറ്റിയെന്ന് പറഞ്ഞാലും ഇച്ചിരി മുമ്പിലായിരിക്കുമല്ലോ ആ സ്നേഹത്തിൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് അതുപോലെ തന്നെ. എല്ലായിടത്തും ഒക്കെ പോയിട്ട് അച്ഛൻ ഇങ്ങനെ അറിയാമോന്നൊക്കെ ചോദിക്കുമായിരിക്കും അല്ലേ പരിചയപ്പെടുത്തുമ്പോൾ? അതൊരു അഭിമാനമായിരിക്കും. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ കാരണം രാജേഷ് അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോപ്പുലർ ആവുന്ന സമയത്ത് അവരുടെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും ഭയങ്കര രസം. വീട്ടുകാരത്തെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? രാജീവ് ഫുൾ സപ്പോർട്ടാണ്. അവർക്കും ഈ കലയോട് ഭയങ്കര നല്ല താല്പര്യം. ഫാമിലി ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിട്ട് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സമാധാനം ഇല്ലാതെ വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല. ചേർത്തല എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ അറിയുന്നത് വൈഫ് രാജിയാണ്. ചിലവരിങ്ങനെ സംസാരിച്ച് പോകുമ്പോഴേക്കും ഞാൻ ചോദിക്കും, രാജി അതാരാ എന്നതൊരു നോട്ടം നോക്കും. രാജേഷേട്ടൻ്റെ നാട്ടുകാരെ ഞാനും പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് നോട്ടത്തിലുള്ളത്. അങ്ങനെയുണ്ട്. നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് ഈ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മ്യൂസിക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാറുണ്ടോ? അതേ നമ്മൾ ശ്രമിക്കാറുണ്ട്. ആരെങ്കിലും മ്യൂസീഷ്യൻസിനൊക്കെ പരിചയപ്പെടാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ വന്നിട്ട് കൊള്ളാകുമ്പോൾ താമസിയാതെ വരും. അവരൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ അത്ര പ്രോഗ്രസീവായിട്ട് പോകുന്നില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആശങ്ക തോന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംരംഭമൊക്കെ അങ്ങനെ വരുന്നുണ്ട്. മ്യൂസിക്കുകളൊക്കെ താമസിയാതെ വരും.
അപ്പോൾ ഈ സംവിധാനം ചെയ്യുന്നത് മ്യൂസീഷ്യൻ എപ്പോഴും നമ്മൾ ഒരു സംവിധായകൻ കൂടെ ആയിരിക്കുമല്ലോ മനസ്സിൽ. അങ്ങനത്തെ വർക്കുകളൊന്നും അധികം എടുക്കുന്നില്ല, ഈ വായിക്കൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ വായിക്കലാണ് ചെയ്യുന്നത്. അതിലേക്ക് കൂടെ കടന്നു വരാൻ ആഗ്രഹമില്ല. അതൊരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി വരുമായിരിക്കും അതിലേക്ക്. ഇപ്പോൾ പരമാവധി വായിച്ച് തീർക്കുക. അതെ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓൺ ക്രിയേഷൻസ് 1-2 ചെയ്തിട്ടുണ്ട്. എങ്കിലും ഫുൾ സിംഗിലേക്ക് അങ്ങോട്ട് വരാനുള്ളൊരു ഇതായിട്ടില്ല. നമ്മൾ പവിഴമഴയെ വായിച്ചില്ല. ഹരിശങ്കറിന്റെ അസാധ്യ പാട്ടാണ്. ഈ ഹരിശങ്കറിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ടോപ്പ് പാട്ടുകളിൽ ഒന്നാണ് പവിഴമഴ. പവിഴമഴ വായിക്കും. ഇത് വായിക്കുമ്പോൾ ഈ ഗായകൻ പാടിയിരിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ ചില പാട്ടുകൾക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടും, കൂടുതൽ പേര് ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരു പക്ഷേ പാട്ടിനെക്കാളും നമുക്ക് അത് ആ വേദിയിൽ നമുക്ക് പ്രസൻസ് കിട്ടും. പക്ഷേ ചില പാട്ടുകളിൽ ഹസ്കിനെസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ, അത് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ളത്? അതൊരു വേറൊരു മൂഡാണല്ലോ അത്. മിക്കപ്പോഴും ചില പാട്ടുകൾ നമുക്ക് ഒരിക്കലും ഇത് പുലർത്താൻ പറ്റാറില്ല. ഇൻസിഡന്റ് വരുമ്പോഴേക്ക് ഹൈ ഒക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷെ പാട്ടുകാരന് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പിടിക്കും, ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട്. പക്ഷെ ലോ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അക്ഷരങ്ങളും എല്ലാം ചേരുന്നുള്ള ഫീൽ ഉണ്ട്, അത് ഭയങ്കര പാടായിരിക്കും. അപ്പം മനസ്സിൽ എവിടെയെങ്കിലും ഇങ്ങനെ കോമ്പറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളത്? അത് പറ്റിയില്ലല്ലോ. അതൊരിക്കലും ആ ഒരു ചിന്ത മനസ്സിലേക്ക് ഒരിക്കലും വരാറില്ല, വന്നിട്ടില്ല. ഓരോ പാട്ടിനും ഇപ്പോൾ ഒരു ദാസരൻ പാടി വെച്ചത് അത് ദാസരനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് വേറെ ആരും ശ്രമിച്ചാലും ഒരിക്കലും അത് പറ്റില്ല. നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൊട്ട് തലോടി പോകാന്ന് മാത്രമേ പറ്റുള്ളൂ. നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഇത് വെക്കാം, പക്ഷെ ഫീല് വരുത്താൻ വേണ്ടിയിട്ട് ഉള്ളു ശ്രമിക്കുമല്ലോ. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് അതിനുവേണ്ടി ഫീൽ വരുത്താൻ വേണ്ടി ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതിലുണ്ട്, ആ ഫീൽ ഉണ്ട്. അതെ, നമ്മൾ പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ കിട്ടൂലല്ലോ. പക്ഷെ അതായത് നമ്മളിപ്പോൾ ഒരു പാട്ട് വായിക്കുമ്പോൾ ആ സ്വരം ചിട്ടപ്പെടുത്തി വായിച്ചാൽ ആ സ്വരം മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ഫീലും ആ ട്യൂണും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അതിന് ആ ഈ ഉദ്ദേശിക്കുന്ന ഫീല് വരിക. അതെ അതെ അതെ. നൊട്ടേഷൻ മാത്രം വായിച്ചാൽ നൊട്ടേഷൻ ആ ഒരു നോട്ടുകൾ മാത്രമേ കേൾക്കുള്ളൂ, വേറെ ഒന്നും അതിൽ വരില്ല. ഇപ്പോൾ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് നമ്മളിത് വായിച്ചു എന്ന് കരുതുക, പാട്ട് കേട്ടതിന് ശേഷം നമ്മൾ വായിച്ചു എന്ന് കരുതുക, രണ്ടും രണ്ടായിരിക്കില്ലേ? ആയിരിക്കും. ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ സിനിമയിൽ വായിച്ച കുറേ ബിജി ചില ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ വായിക്കുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ അത് ഒന്നുകൂടി ഭംഗിയായിട്ട് വായിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ആലോചിക്കും, എനിക്ക് വേണം അങ്ങനെ വായിക്കാമായിരുന്നു. കാരണം നമുക്ക് തരുന്ന നൊട്ടേഷൻ എൻ്റെയും വേറൊരു ഫ്ലൂട്ടിസ്റ്റിനെയും മനസ്സിൽ രണ്ട് രീതിയിൽ വർക്കൗട്ട് ആകുക. അപ്പോൾ ചില സാധനങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും, ചിലത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വായിക്കാനും പറ്റും. അത് ഓരോ ആർട്ടിസ്റ്റ് മ്യൂസീഷ്യൻസിൻ്റെ കാലിബറാണ്. ഈ സിനിമയിൽ വായിച്ച ബിറ്റുകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, ഏതെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരുമോ?
ഒത്തിരി അധികം ഉണ്ട്. റീസെന്റ് വരെ വായിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഈ പ്രേമത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതാണ് ലാസ്റ്റ് വായിച്ചത്. അടിപൊളി. പ്രേമിക്കുമ്പോൾ നീയും ഞാനും അസാധ്യമായിട്ട് ബിജുവാലേട്ടൻ്റെ കിടിലമാണത്. ശരിക്കും ജയചന്ദ്രൻ സാർ നന്നായിട്ട് പാടിയിട്ടുള്ളൊരു പാട്ടുകൂടെയാണ്. ആ മനുഷ്യന്റെ അതെ വോയിസ് എത്രയും ലൈറ്റ് ആയിക്കൊണ്ടിരിക്കുക പ്രായമാവും തോറും. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വോയിസാണ്. അടിപൊളിയാണ്. ഈ ജോൺസൺ മാഷിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ലാത്ത ഒരു പേരും കൂടെ ഉണ്ട്, രവീന്ദ്രൻ മാഷ്. രവീന്ദ്രൻ മാഷ് നമുക്ക് നമ്മുടെയൊക്കെ തലമുറയിൽ എന്നെയൊക്കെ ശരിക്കും ഇതിനകത്തേക്ക് കൊണ്ടുവന്ന, മ്യൂസിക് അറിഞ്ഞുകൂടാത്തവരെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് മ്യൂസിക് പഠിപ്പിച്ച ഒരു ആളാണ് രവീന്ദ്രൻ മാഷ്. അതിനുശേഷമാണ് ഞാനൊക്കെ ജോൺസൺ മാഷിനെയും പിന്നെ ദേവരാജ മാസ്റ്ററേയും തിരിച്ചറിയുകയാണ്. അങ്ങനെ റിവേഴ്സ് പോകുന്നൊരു പ്രോസസ്സ് ഉണ്ടായി. അതിന് സഹായിച്ച രവീന്ദ്രൻ മാഷാണ്. മാഷിൻ്റെ കുറച്ച് പാട്ടുകൾ വായിക്കും. അതൊക്കെ എന്താ അല്ലേ? അതെ അതെ. കൈതപ്പുറം സാർ അസാധ്യമായിട്ട് എഴുതി. വിഷ്വലൈസേഷൻ ഭീകരമാണ്. ഞാൻ ഇടയ്ക്ക് രവീന്ദ്രൻ മാഷിൻ്റെ വൈഫിനെ കണ്ട സമയത്ത് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കരമായിട്ട് ചേർന്നതാണ്. ഈ കണ്ണീരിപ്പ് കലർന്നൊരു മണലിൽ എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ അഭിനയം എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു സംഗതിയായിരുന്നു അത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബിറ്റാണത്. അതെ അതെ അതെ. ആ സിനിമ ഇപ്പോഴും ഓരോ സീൻ ബൈ സീനായിട്ട് മനസ്സിൽ. അതെ അതെ. ഓ വേറെ ഓർക്കുന്നുണ്ടോ രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ?
വാവ്, സൂപ്പർ. ഈ പ്രമദവനത്തിലെ അതിൻ്റെ ബാക്കി കൂടെ ഏതോതോ കഥയിൽ കിട്ടു കിട്ടു അടിപൊളി. എന്താ വെച്ചാൽ ഇത് ഞാൻ ശരിക്കും ഇന്റർവ്യൂവിന് ഇരിക്കുകയാണെന്നുള്ളത് ചില സമയത്ത് മറന്നു പോകുന്നുണ്ട് കേട്ടോ. ക്യാമറയൊന്നും കോൺഷ്യസ് അല്ല, ഞാൻ എൻ്റെ ഉള്ളിൽ പോവുക. നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒന്ന് തെറ്റ് വരരുതേ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടാവും. പിന്നെ ഇതിനെ ആസ്വദിക്കണം, എനിക്ക് ഇതിനകത്ത് ഞാൻ വീണു പോവുകയാണ്. അത്രയ്ക്ക് രസമായിട്ട് പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആരാധകർ ഒരുപാട് പേര് വരും. കാരണം മ്യൂസിക്കാണ് അടുപ്പിക്കുന്നത്. വ്യക്തിപരമായി രാജേഷിനെ അറിഞ്ഞുകൂടായിരിക്കും. ഈ ആരാധന എങ്ങനെയാണ്, അപ്പോൾ ആരാധകരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? സത്യം പറയാൻ സന്തോഷമാണ്. കാരണം ഒന്നുമല്ലാത്ത നമ്മളെങ്ങനെ ആൾക്കാർ അറിയുന്നു എന്ന് അറിയുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നമ്മളെവിടെയോ ഒരു നാട്ടിൽ കിടക്കുന്നു, പിന്നെ ഏതൊക്കെയോ നാടുകളിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരുന്നു. അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. അല്ല, അവരൊക്കെ അടുത്ത് വരാൻ ശ്രമിക്കുമ്പോൾ, രാജേഷിന് പരിചയപ്പെടാനൊക്കെ വരുമ്പോൾ അത് എൻകറേജ് ചെയ്യുമോ? അതെ ഇല്ല എൻ്റെ മ്യൂസിക് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ദൂരേക്ക് നിർത്തുമോ? അയ്യോ, അങ്ങനെ ദൂരേക്ക് നിർത്തി അവരെല്ലാം നമ്മളെങ്ങനെ ഉള്ളത്? ആരാധകരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലാതെ ഒരിക്കലും ഒരു മ്യൂസീഷ്യൻ നിൽക്കാൻ പറ്റില്ല. എൻ്റെ അനുഭവമാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ആരാധകരാണ് നമ്മളുടെ വിജയം. മാക്സിമം നമ്മൾ അവർക്ക് വേണ്ട സമയം കൊടുക്കാറുണ്ട്. വേദികളിൽ നമ്മൾ ഷോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വേദിയിൽ നിന്ന് ഇറങ്ങാറുള്ളത്. അതുപോലെ സാഹചര്യങ്ങളാണ് മിക്കപ്പോഴും. അപ്പോൾ സംഘാടകരെന്ന് വിളിക്കും, മാറി നമുക്ക് പെട്ടെന്ന് പോകാം. പക്ഷെ ഞാൻ മാക്സിമം അവർ തടയും, സംഘാടകരെ തടയും. കാരണം അവർ അത്ര ആഗ്രഹിച്ച് ചിലപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി മാത്രം കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാരായിരിക്കും. അതെ അതെ. അപ്പോൾ അവരൊരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ചില സമയങ്ങളിൽ നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ കൈ വിട്ടു പോകും. അതെ അതെ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഞാനിപ്പോൾ രാജേഷിനെ തേടിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ശരിക്കും ഇന്റർവ്യൂ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ഇത് എങ്ങനെയാണ് വായിക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്യൂഷനിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എങ്കിലും മെയിൻ ഫോക്കസ് പോയിന്റ് എന്താണ് അടുത്തത്? സിനിമ അല്ലാതെ നമ്മുടെ ഓൺ ക്രിയേഷൻസ് ഓർ ചെയ്യാനാണ് ആഗ്രഹം നിലവിലുള്ളത്. പ്ലാൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ ഇതുവരെ നമ്മളൊന്നും ലൈഫിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ നടക്കുന്ന ഒന്നും പ്ലാൻഡ് അല്ല. മുമ്പോട്ടുള്ള ദൈവത്തിൻ്റെ കയ്യിൽ ആണ് വർക്ക് ചെയ്യണം. ഈ കവർ വേർഷൻസ് ആണ് ഒരുപക്ഷെ രാജേഷിനെയൊക്കെ നമ്മളിൽ അറിയിച്ചത്. ആ കവർ വായിക്കുമ്പോൾ ഏത് കവറിനാണ് ഇപ്പോഴും ഒരു മൈൽ സ്റ്റോൺ എന്ന് കരുതാവുന്ന ഒരു കവർ ഏതായിരുന്നു? ഇപ്പോൾ നമുക്ക് താരാപഥമാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചൊരു പാട്ട്. ഫസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വന്ന മെയിൻ വീഡിയോസുകളിലൊന്ന് താരാപഥമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് NEC പാടി വരും, തുള്ളാതവനും തുള്ളും. ആ പാട്ടിന് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പോഴും ആൾക്കാർ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ട് ആ പാട്ട് എടുത്തിട്ട്. അപ്പോൾ അത് രണ്ടും ആദ്യം വായിക്കൂ, എന്നിട്ട് ബാക്കി സംസാരിക്കാം നമുക്ക്.
SPBയെ നമ്മൾ മനസ്സുകൊണ്ട് നമിക്കും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. തീരാ നഷ്ടമാണ് നമുക്ക്. തീർച്ചയായിട്ടും. അതെ. പുള്ളി മ്യൂസിക് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായെന്നും കൂടെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അന്തം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ വർത്താനം പറയുന്നത് കുറച്ച് പുറകിലാണ്, എല്ലാം വായനയിലാണ് സംഗതി വെച്ചേക്കുന്നത്. എനിക്ക് ഷാജി തുമ്പേശ്വര അച്ഛൻ എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു അവാർഡ്, ഒരു മീഡിയ അവാർഡ്, അത് അച്ഛൻ്റെ പള്ളിയിൽ വെച്ചായിരുന്നു. അപ്പോൾ അന്ന് അവാർഡ് മേടിച്ചിട്ട് എനിക്ക് ഒരു നന്ദി എന്നൊരു വാക്ക് എനിക്ക് മൈക്കിന് മുമ്പിൽ പറയാൻ പറ്റിയില്ല. വിറച്ചു പോയി. കാരണം എത്രയോ സ്റ്റേജുകളിൽ വായിക്കുന്നതാണ്. ഇപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുന്നു. ഇപ്പോൾ പണ്ട് ഒന്നും സംസാരിക്കില്ലായിരുന്നു. കംപ്ലീറ്റ് ടൈം വായനയാണ്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ പഠിച്ച കുറേ ആൾക്കാർ രാഷ്ട്രീയത്തിലുണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്. അവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അസൂയെ, ഇവനൊക്കെ എന്ത് നന്നായിട്ട് സംസാരിക്കുന്നു, ഇവനൊക്കെ ഉദ്ദേശിച്ച് നമുക്ക് അത്ര വേണ്ടപ്പെട്ട വളരെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവർക്ക് കിട്ടാത്ത ഇമ്പോർട്ടൻസ് രാജേഷിന് കിട്ടും. ഒരു വേദി പോയി കഴിഞ്ഞാൽ തകർക്കല്ലേ. ആര് വർത്താനം പറഞ്ഞ ആര് കേൾക്കാനാ. കയ്യിലൊരു ഫ്ലൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയി സ്ട്രീറ്റിൽ പോയി നിന്നാലും നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടും. കാരണം എന്താ വെച്ചാൽ അത്രയും കയ്യിലൊരു സാധനം ഇരിക്കുക, കലയിരിക്കുക അല്ലേ. അല്ല, ഒരു മ്യൂസീഷ്യൻ ആയാലും ഒത്തിരി സന്തോഷവും ഏറ്റവും കൂടുതൽ ഭാഗ്യമാണ് അത്. അത് ഒത്തിരി ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പ്രിവിലേജസ് ഒക്കെ കിട്ടും നമുക്ക്. ഒരു പരിഗണന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൈവത്തിന് നന്ദി. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു നല്ല ബിറ്റും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് തോന്നുന്നു രാജേഷ് വർത്താനം പറയുന്നതിനേക്കാളും വാചാലനാവുന്നത് ഇതുവഴിയാണ്. അത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ജോൺസൺ മാഷി തുടങ്ങി ഔസേപ്പ് അച്ഛൻ സാറിൽ തീർന്നു. എന്തായാലും പൊടിയായിട്ട് ഇത് തുടരട്ടെ. ഇതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നതിന് നന്ദി. അതുമായിട്ടൊന്നും വായനയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് ഇടയ്ക്ക് എവിടെയോ ഒരു സഞ്ചാരം, അത്രയേ ഉള്ളൂ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.